വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പെരുന്നാളിന്റെ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ. അപ്പൊ ഞങ്ങളിപ്പോ മൂക്കോലയാണ് ഉള്ളത്. രണ്ടാം പെരുന്നാൾക്കാണ് മൂക്കോല വന്നത്. ഇന്നലെ ഞങ്ങള് അരൂരായിരുന്നു. ഇന്നലെ ഞങ്ങള് ബിരിയാണി വെച്ച് പിന്നെ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് കുറെ ഫോട്ടോഷൂട്ടും പാട്ടുകളും ഒക്കെ നടത്തി സെറ്റായി. അപ്പോൾ ഇവിടെ വന്നിട്ട് എന്താണ് മന്തി കഴിച്ചു. പിന്നെ രണ്ടാം പെരുന്നാൾ ഡ്രസ്സാണിത്. ചിക്കൻ എല്ലാം തിന്ന് സെറ്റായി. പിന്നെ ഡ്രസ്സ് ഞങ്ങൾക്ക് ഉമ്മമ്മ എടുത്തതാണ്. ഇതും ഉമ്മമ്മ എടുത്തന്നെയാണ് കേട്ടോ. പിന്നെ മെയിലാഞ്ചൊക്കെ ഇട്ട് ഇന്നെ മെയിലാഞ്ചി പോയി തുടങ്ങി. പിന്നെ ഞങ്ങൾ ഒരു പാട്ടൊക്കെ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ പെരുന്നാളിൻ്റെ ഈ വിശേഷങ്ങളുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തും. ഇന്നലെ ഒരു വൈകുന്നേരം 4:30 ഞങ്ങൾ എക്സ്പോ കാണാൻ പോയിട്ട് അടിപൊളിയായിരുന്നു. എല്ലാവരും പോയോക്കാം. പിന്നെ അവിടെ കുറെ കളിക്കണതും ഒക്കെ ഉണ്ട്. അതിന് പൈസ 50 രൂപ 30 രൂപ ഒക്കെ കൊടുക്കണം. പക്ഷെ ഞങ്ങൾക്ക് സ്കൂളിൽ നിന്ന് പാസ് ടിക്കറ്റ് കിട്ടിയതുകൊണ്ട് ഞങ്ങൾക്ക് ഇല്ലായിരുന്നു. പിന്നെ ഞങ്ങള് അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ കുറച്ച് മീനുകളുടെ ഫോട്ടോസ് ഉണ്ടാവും. ഫോട്ടോസ് അല്ല, മീനുകള് അക്കുറത്തെ വെച്ച ഫോട്ടോ കുറെ ഉണ്ടാവും. ഫസ്റ്റ് കേറുമ്പോ തന്നെ എന്താണ് കൊറേ പക്ഷികളാവും. മീനുകളാണ് പൊട്ടത്തി പക്ഷികളാണ്. പിന്നെയാണ് മീന്. പിന്നെ മീൻ ഓസ്കാർ, പിന്നെ അരാപ്പൈമ എല്ലാ മീനുണ്ട്. അലിഗേറ്റർ, മോൺസ്റ്റർ ഫിഷ്, പിന്നെ തെറ കുഞ്ഞി. രാവിലെ ഞങ്ങളൊരു ഗെയിം കളിച്ചിട്ടാ. എന്ത് ഗെയിമാ? ഗെയിമായിരുന്നു. ഒരു കാർഡില് മാല, പിന്നെന്താ മാജിക് ബുക്ക്, പൈസയുടെ ഒരു സംഭവം. പിന്നെ ഒരു ഷീറ്റിൽ കുറേ നമ്പേഴ്സ് ഉണ്ട്. ബ്ലാങ്ക് ആയിട്ട് സ്റ്റാറാ കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമ്പർ ഈ മാലമ്മലും മാജിക് ബുക്കിലൊക്കെ ഓരോ നമ്പർ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. ആ നമ്പർ ആർക്കാണ് കിട്ടുന്നത് അവർക്ക് ആ സാധനം കിട്ടും. അപ്പൊ ഒരു അടിപൊളി ഗെയിമായിരുന്നു. അങ്ങനെ അത് കഴിച്ചു. പിന്നെ രാവിലത്തെ ഫുഡ് എന്താ പത്തിരിയും ചിക്കനും കഴിച്ചിട്ടാണ് ഞങ്ങൾ കളിച്ചത്. അടിപൊളിയായിരുന്നു. പിന്നെ ഇവിടെ വന്നിട്ട് ഞങ്ങൾ കിച്ചൺ സെറ്റ് കളിച്ച് കുറെ കളി കളിച്ചു. പിന്നെ ഇവിടെ പൂച്ച കേട്ടോ, കുഞ്ഞേ പൂച്ച. ഞങ്ങൾക്ക് കിട്ടിയ ഗിഫ്റ്റാണ് പെരുന്നാളിന്. ഞാൻ പറയാം എന്താണ്, ഫസ്റ്റ് വിറക് വരയിലായിരുന്നു. അപ്പൊ ആ തള്ളപ്പൂച്ച ഞങ്ങൾക്ക് തൊടാൻ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേനും നാവൊക്കെ പുറത്തേക്ക് ഇട്ടിട്ട് ഉള്ളിലേക്ക് വന്നിരുന്നു സോഫന്റെ അടിയിൽ. പിന്നെ ആ പൂച്ചക്കുട്ടിന് പോയി നോക്കിയപ്പോൾ പൂച്ചക്കുട്ടിന് വിറക് പരയിലായിരുന്നു. വിറക് പരയെന്ന് ഞാൻ എങ്ങനെയൊക്കെ എടുത്തിരുന്നിട്ട് ഈ സൈഡിൽ വെച്ച് പൂച്ച കാണാണ്ടിരിക്കാനേ. ഇപ്പൊ അതിന്റെ തള്ള എന്താണ് മരിച്ചു പോയിക്കാൻ കിണറ്റില് വീണ് മരിച്ചു പോയി. ഞങ്ങളോട് പറഞ്ഞേ. അത് മാത്രല്ല, ഞാനും മാമനാണ് ഇപ്പൊ സിറഞ്ചില് പാല് കൊടുക്കണത്. എല്ലാവർക്കും ഞങ്ങളെ ഈദ് മുബാറക്ക്. അപ്പൊ ഇതുപോലെ പെരുന്നാള് അടിച്ചു പൊളിച്ചുള്ളവരൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ ഞങ്ങളുടെ ഈ വർഷത്തെ പെരുന്നാൾ സൂപ്പറായി. കഴിഞ്ഞ വർഷത്തെ അതിനേക്കാൾ അപ്പൊ പടക്കൊക്കെ ഉണ്ട്. ഞങ്ങള് സെറ്റാക്കും, പൊളിക്കും, രാത്രി പൊട്ടിക്കും. സെറ്റ്. Bye.
കൊമ്പിൽ കിളിനാദം കേട്ടു പാടേണം. മോഹങ്ങളെല്ലാം കൊതിതീരും മുമ്പ് നേടേണം. ഇനി കണ്ണീരൊന്നും വേണ്ട, മനം കൊള്ളും നോവും വേണ്ട. അരികത്തായെന്നും കാവൽ നിൽക്കാൻ ഞാനില്ലേ. വിങ്ങും നെഞ്ചുടുക്കിൽ നിറയാൻ താളമില്ല. നിന്നെ ചായുറക്കാൻ മതിയാം രാഗമില്ല. ഞാനാ പൂമരത്തിൽ